ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. 2026 ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചത്. അതായത് ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന മാർച്ച് 22 യുദ്ധം തുടങ്ങിയിട്ട് 22 ദിവസങ്ങളായി. എല്ലാ യുദ്ധങ്ങളും പോലെ തന്നെ ഈ യുദ്ധവും യുദ്ധമേഖലകളിലാകെ മഹാദുരിതങ്ങൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യുദ്ധത്തെക്കുറിച്ചല്ല ഈ പോഡ്കാസ്റ്റ് ചർച്ച ചെയ്യുന്നത്. യുദ്ധത്തെക്കുറിച്ച് നാം കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ച് മാത്രമാണ്. അതിനൊരു പ്രത്യേക കാരണവുമുണ്ട്. ഇതാദ്യമായി മലയാളി കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളോടൊത്ത് താമസിക്കുന്ന മലയാളി കുടുംബങ്ങൾ ആദ്യമായി ഒരു യുദ്ധ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഓർമ്മയിൽ, ആധുനിക കേരളത്തിൻ്റെ ഓർമ്മയിൽ ഇതുപോലെ 10,000-കണക്കിന് മലയാളി കുടുംബങ്ങൾ യുദ്ധാന്തരീക്ഷത്തിൽ ഇതിനു മുൻപ് ജീവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളോട് യുദ്ധത്തെക്കുറിച്ച് രക്ഷിതാക്കൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതെക്കുറിച്ച് ഒരു പോഡ്കാസ്റ്റ് ചെയ്യാം എന്ന് ദില്ലി ദാലി ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് മലയാളികൾ ഇതിനു മുമ്പ് യുദ്ധാന്തരീക്ഷത്തിൽ ജീവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്? അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കേരളത്തിൻ്റെ ഓർമ്മയിലുള്ള യുദ്ധങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. കേരളത്തിൻ്റെ ഓർമ്മയിലുള്ള കേരളത്തിൽ നടന്ന യുദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് എത്ര പണ്ട് നടന്ന കാര്യങ്ങളാണെന്ന്. 1741 കുളച്ചൽ യുദ്ധം നടന്നു. അതായത് 284 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ യുദ്ധം നടന്നിട്ട്. ഡച്ചുകാരും തിരുവിതാംകൂറും തമ്മിൽ നടന്ന യുദ്ധത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 1741 നടന്ന കുളച്ചൽ യുദ്ധം. മറ്റൊന്ന് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കോട്ടയം യുദ്ധമാണ്. അത് കഴിഞ്ഞിട്ടും 219 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് വന്നതാകട്ടെ 1766 1792 കാലത്താണ്. മലബാർ കലാപമുണ്ടായത് 1921 തിരുവിതാംകൂർ രാജവംശം അതിർത്തി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ചങ്ങനാശ്ശേരി യുദ്ധം, അതായത് തെക്കുംകൂറും തിരുവിതാംകൂറും തമ്മിലുള്ള യുദ്ധം നടന്നത് 1749 സാമൂതിരിയും വള്ളുവനാടും തമ്മിൽ നടന്ന യുദ്ധവും എട്ടുവീട്ടിൽ പിള്ളമാരും തിരുവിതാംകൂറിൽ നടന്ന യുദ്ധവുമൊക്കെ നടന്നിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവുമൊക്കെ നടന്നപ്പോൾ മലയാളികൾ അതിൽ പങ്കെടുത്തുവെങ്കിലും, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോഴും ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോഴും മലയാളികൾ അതിലൊക്കെ പങ്കെടുത്തുവെങ്കിലും, മലയാളി സൈനികർ അതിലൊക്കെ പങ്കെടുത്തുവെങ്കിലും മലയാളി കുടുംബങ്ങൾ, കേരളത്തിലുള്ള കുടുംബങ്ങൾ, മലയാളി കുടുംബങ്ങൾ യുദ്ധാന്തരീക്ഷം നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. എന്നാൽ ഇതാദ്യമായി നാം മിഡിൽ ഈസ്റ്റ് എന്ന് വിളിച്ചു വരുന്ന ഗൾഫ് മേഖലയിൽ 10,000-കണക്കിന് മലയാളി കുടുംബങ്ങൾ കുഞ്ഞുങ്ങളോടൊത്ത് താമസിക്കുമ്പോൾ അവരുടെ രാത്രികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, ഇൻ്റർസെപ്റ്റേഴ്സ് മിസൈലിനെ തടയുന്നത്, ആകാശങ്ങളെ പ്രകാശമാനമാക്കുന്നത് നക്ഷത്രങ്ങളല്ല. കുഞ്ഞുങ്ങൾ ഇതാദ്യമായി മിസൈലുകളെ കാണുന്നു, ഇൻ്റർസെപ്റ്റേഴ്സിനെ കാണുന്നു, അതിനുശേഷം താഴെ ഭൂമിയിലുണ്ടാകുന്ന സ്ഫോടനങ്ങളെ കാണുന്നു. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ യുദ്ധങ്ങളെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഈ യുദ്ധങ്ങൾ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റ് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദില്ലി ദാലിയുടെ എല്ലാ പോഡ്കാസ്റ്റിലും ഞാൻ പതിവായി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി വയ്ക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് വിനീതമായി ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ രക്ഷിതാക്കളോട്, മുത്തശ്ശിമാരോട്, മുത്തച്ഛനോടൊക്കെ എന്താണ് യുദ്ധം, എന്തിനാണ് യുദ്ധം എന്നൊക്കെ ചോദിക്കുമ്പോൾ നാം എന്താണ് ഉത്തരം പറയുന്നത്? ഇറാനെ നമ്മൾ കുറ്റം പറയുമോ? അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങളെ കുറ്റം പറയുമോ? ഗൾഫ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിലെടുക്കുന്ന നിലപാടിനെ കുറ്റം പറയുമോ? അതോ യുദ്ധം എന്ന വിപത്തിനെക്കുറിച്ച് നാം സംസാരിക്കുമോ? ഇതൊക്കെ വളരെ പ്രധാനമാണ്. കാരണം വലിയ യുദ്ധമേഖലകളിൽ ജീവിച്ച കുഞ്ഞുങ്ങളുടെ മേൽ യുദ്ധമുണ്ടാക്കിയ വലിയ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ ലോകമാകമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. യുദ്ധം കുഞ്ഞുങ്ങളുടെ മനസ്സിനെ വളരെ മാരകമായിട്ട് തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ്.
കടുത്ത ജീവിത സമ്മർദ്ദത്തിലേക്ക് യുദ്ധാന്തരീക്ഷമുള്ള രാജ്യങ്ങളിൽ കടുത്ത സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ് നാം യുദ്ധത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം സംസാരിക്കേണ്ടി വരുന്നത്. ഏതാണ്ട് 60 കൊല്ലങ്ങളോളം ലോകത്തിലുള്ള വിവിധ പ്രദേശങ്ങളിലെ യുദ്ധമേഖലകളിൽ വാർ റിപ്പോർട്ടിംഗ് നടത്തിയ ഒരു പത്രലേഖകനാണ് ഫെർഗൽ കീൻ എന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുൻപ് എങ്ങനെയാണ് യുദ്ധങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ തലച്ചോറിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതേക്കുറിച്ചൊരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനം വായിച്ചിട്ട് അസ്ഥി മരവിച്ചു പോയി എന്ന് പറയുന്നതായിരിക്കും ശരി. വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് ആ ലേഖനം എന്നെ തള്ളി വിടുകയുണ്ടായി. അദ്ദേഹം ഇറാഖ് യുദ്ധകാലത്ത്, റുവാണ്ടയിലുണ്ടായ വലിയ വംശീയ കലാപകാലത്ത്, സുഡാനിലുണ്ടായ യുദ്ധകാലത്ത്, അതുപോലെ തന്നെ ഇപ്പോൾ ഗസയിൽ അടുത്ത കാലത്തുണ്ടായ ഇസ്രായേൽ ഗസ സംഘർഷത്തിൽ അക്കാലത്ത് ഈ സ്ഥലങ്ങളിലെല്ലാം നേരിട്ട് പോവുകയും കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഈ യുദ്ധങ്ങൾ ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തതാണ്. പഠിക്കുക മാത്രമല്ല, അത് അനുഭവിക്കുകയും ചെയ്തതാണ്. ആ ലേഖനം വായിച്ചതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെയൊരു പോഡ്കാസ്റ്റ് ഗൾഫിലുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി, അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് ഗൾഫിലുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ഇത്തരമൊരു പോഡ്കാസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് തന്നെ. ഫെർഗൽ കീൻ എന്നാണ് ആ പത്രപ്രവർത്തകൻ്റെ പേര്. 60 കൊല്ലങ്ങളോളം യുദ്ധ റിപ്പോർട്ടിംഗ് നടത്തിയ ഒരാളാണ്. ഈ യുദ്ധ റിപ്പോർട്ടിംഗ് നടത്തിയതുകൊണ്ട് തന്നെ ഫെർഗൽ കീൻ വലിയ മാനസിക സമ്മർദ്ദത്തിന് ഇടയാവുകയും അദ്ദേഹം തന്നെ സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരികയും അദ്ദേഹം തന്നെ മെഡിക്കേഷന് വിധേയനാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കി, നേരിട്ട് കണ്ടപ്പോൾ ഫെർഗൽ കീനിന് ഇത്രമാത്രം മാനസിക സമ്മർദ്ദങ്ങളുണ്ടായെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം മാനസിക സമ്മർദ്ദമാണ് ഈ യുദ്ധങ്ങൾ നൽകുന്നത് എന്ന്. 2 കുട്ടികളുടെ കാര്യമാണ് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അബ്ദുൾ റഹ്മാൻ എന്ന പേരുള്ള ഒരു 11 വയസ്സുകാരനായ ആൺകുട്ടി. 2 വാലന്റീന എന്ന പേരുള്ള 12 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി. 2024 ജൂലൈ 16-ാം തീയതി ഗാസയിലെ നുസൈറാറ്റ് എന്ന സ്ഥലത്തുള്ള ഒരു സ്കൂളിൽ ഒരു എയർ സ്ട്രൈക്ക് ഉണ്ടായി. 11 വയസ്സുണ്ടായിരുന്ന അബ്ദുറഹ്മാന് ഗുരുതരമായ പരിക്കേറ്റു. ഡോക്ടർമാർ അവൻ്റെ 2 കാലുകളും മുറിച്ചു മാറ്റി. 11 വയസ്സുള്ള അബ്ദുറഹ്മാൻ്റെ 2 കാലുകളും മുറിച്ചു മാറ്റി. അവൻ്റെ മാനസിക നില അതോടുകൂടി തകരാറിലായി. കാല് മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ മുതിർന്നവർക്കും ഉണ്ടാകാറുള്ളതാണ് ഈ ഫാൻറ്റം ലെഗ് തുടങ്ങിയ തോന്നലുകളും അതുപോലെ തന്നെ വലിയ വലിയ മാനസിക സമ്മർദ്ദവും. 11 വയസ്സുകാരനായ അബ്ദുറഹ്മാൻ്റെ മാനസിക നില തകരാറിലായി. അബ്ദുറഹ്മാനെ മറ്റ് മാനസിക സമ്മർദ്ദമുള്ള കുട്ടികളോടൊപ്പം ജോർദാനിലെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ജോർദാനിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് ഫെർഗൽ കീൻ എന്ന പത്രപ്രവർത്തകൻ അബ്ദുറഹ്മാനെ കാണുവാനായിട്ട് ചെല്ലുന്നത്. അവൻ്റെ കൂട്ടുകാർ മുഴുവൻ പുറത്ത് കളിച്ച് നടക്കുമ്പോൾ അവൻ ആശുപത്രിയുടെ ഒരു മൂലയിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഇരയായി, ഏതാണ്ട് മാനസിക രോഗിയായി തന്നെ അബ്ദുറഹ്മാൻ കഴിയുന്ന രംഗങ്ങൾ കണ്ടിട്ട് ഈ ഫെർഗൽ കീൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നുണ്ട്. എനിക്ക് തിരിച്ച് ഗസയിലേക്ക് പോകണമെന്ന് ഈ കൊച്ചുകുട്ടി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം മാനസിക രോഗത്തിന് അടിപ്പെട്ട അബ്ദുറഹ്മാനെ പോലെ മാനസിക രോഗത്തിന് അടിപ്പെട്ട നിരവധി കുട്ടികൾ ജോർദാനിലെ ആശുപത്രിയിൽ ഗസയിൽ നിന്ന് വന്ന കുട്ടികളെ നേരിട്ട് കണ്ടു എന്നാണ് ഫെർഗൽ കീൻ പറയുന്നത്. ലോകമാകമാനമുള്ള സംഘർഷ മേഖലകളിലുള്ള ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഞാനിപ്പോൾ പറയുന്ന അബ്ദുറഹ്മാൻ. ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മലയാളികൾക്ക് ഈ കുട്ടികളുണ്ടെങ്കിൽ, ഗൾഫ് മേഖലയിൽ ഉള്ള മാതാപിതാക്കൾക്ക് കുട്ടികളുണ്ടെങ്കിൽ ഇത്തരം കഥകളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്ക് ജനലിന് പുറത്ത് ഈ മിസൈൽ ആക്രമണം നടക്കുമ്പോൾ, ജനലിന് പുറത്ത് സ്ഫോടനങ്ങൾ കാണുമ്പോൾ, അഗ്നിബാധ കാണുമ്പോൾ യുദ്ധം എന്ന ഈ വലിയ മണ്ടത്തരത്തിനെ കുറിച്ചാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്.
2025 കണക്ക് പ്രകാരം ലോകമാകമാനമുള്ള സംഘർഷ മേഖലയിലുള്ള കുട്ടികളുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കേരളത്തിലെ മൊത്തം ജനസംഖ്യയേക്കാൾ ഏതാണ്ട് 20 ദശലക്ഷം കൂടുതലാണ് ഈ കുട്ടികൾ എന്നുള്ളതാണ്. അതായത് 2025 കണക്ക് പ്രകാരം ലോകത്തിൽ സംഘർഷ മേഖലകളിലുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 52 കോടിയാണ് എന്നുള്ളതാണ്. ഈ 52 കോടി കുട്ടികളെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടുവേണം യുദ്ധാന്തരീക്ഷങ്ങളെ വിലയിരുത്തുവാനും യുദ്ധത്തിൽ നമ്മൾ പക്ഷം പിടിക്കുവാനും. യുദ്ധം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം, ട്രോമ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര വലുതാണ്. ഈ അബ്ദുറഹ്മാൻ്റെ പോലെ തന്നെ മറ്റൊരു കുട്ടിയുടെ കാര്യം തന്നെ ഞാൻ നേരത്തെ പരാമർശിച്ചിരുന്നു, വലന്റീന എന്ന് പറയുന്ന കുട്ടി. ഇനി നമുക്ക് ആ കുട്ടിയിലേക്ക് പോകാം. 1990കളിൽ റുവാണ്ടയിൽ, ആഫ്രിക്കയിലെ റുവാണ്ടയിൽ നടന്ന വംശീയ കലാപത്തിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓർമ്മയുള്ളവരെ ഞാനത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും 100 ദിവസത്തിനകം, വെറും 100 ദിവസത്തിനുള്ളിൽ 6 ലക്ഷം പേരാണ് റുവാണ്ടയിൽ ഈ വംശീയ ഹത്യയിൽ കൊല്ലപ്പെട്ടത്. അതായത് ഏതാണ്ട് ഒരു ദിവസം 6000-ഓളം പേർ കൊല്ലപ്പെടുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കിക്കുക. അവിടെയാണ് വലന്റീനയെ ഫെർഗൽകീൻ കണ്ടെത്തുന്നത്. ആളൊഴിഞ്ഞ ഒരു പള്ളിയിൽ, റുവാണ്ടയിലെ ആളൊഴിഞ്ഞ ഒരു പള്ളിയിലെ ഇരുട്ടിൽ ഒരു മൂലയിൽ ഒരു പ്രാർത്ഥനാ ബെഞ്ചിൽ തല കുനിച്ച് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ, ഒരു 13 വയസ്സുകാരി പെൺകുട്ടിയെ ഫെർഗൽകീൻ കാണുകയായിരുന്നു. ഞാൻ ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. നമ്മെയെല്ലാം തളർത്തിക്കളയുന്ന ഒരു ദൃശ്യാനുഭവമാണ് ഇത്. ഫെർഗൽകീൻ പറഞ്ഞ കാര്യങ്ങൾ. ഈ കുട്ടി ഫെർഗൽകീനോട് പറഞ്ഞത്, ആയിരക്കണക്കിന് ശവങ്ങളുടെ, മനുഷ്യ ശവങ്ങളുടെ ഇടയിൽ ദിവസങ്ങളോളം ആരും സഹായത്തിനില്ലാതെ വാലന്റീനയ്ക്ക് കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പരിചയമുള്ള സ്വന്തക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളുമായിട്ടുള്ള ആളുകൾ അരികത്ത് മരിച്ച് കൊല്ലപ്പെട്ട് കിടക്കുമ്പോൾ അതിനിടയിൽ കിടക്കേണ്ടി വന്ന വലന്റീന എന്ന 13 വയസ്സുകാരിയെക്കുറിച്ച് ഒന്നാലോചിച്ചു നോക്കൂ. ചില മൃതശരീരങ്ങൾ, വാലന്റീന കിടക്കുന്ന സമയത്ത് തന്നെ ചില മൃതശരീരങ്ങൾ കൂട്ടമായ നായകൾ വന്ന് കടിച്ചു കീറി തിന്നുന്നതും വാലന്റീന കണ്ടു. അവിടെ നിന്നും ഓടി ഒരു പള്ളി അങ്കണത്തിൽ അഭയം തേടിയപ്പോഴാണ് ഈ പത്രലേഖകൻ, ഫെർഗൽകീൻ എന്ന പത്രലേഖകൻ, വാലന്റീനയെ കണ്ടെത്തുന്നതും അവിടെ നിന്നും വാലന്റീനയെ വിളിച്ചു കൊണ്ടുപോകുന്നതും പോസ്റ്റ് ട്രോമ സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്യുന്നതും ഒക്കെ. വാലന്റീനയുമായുള്ള വിശദമായ സംഭാഷണം തന്നെ ഫെർഗൽകീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നുണ്ട്, ആ പെൺകുട്ടി അനുഭവിച്ച കാര്യങ്ങൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഫെർഗൽകീൻ്റെ സഹായത്തോടുകൂടി ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ആ കുട്ടിയുടെ സ്കൂൾ വിദ്യാഭ്യാസം ഫെർഗൽകീൻ ഏറ്റെടുക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ വിവാഹമൊക്കെ ചെയ്ത് കുട്ടികളുമായിട്ട് റുവാണ്ടയിൽ താമസിക്കുന്നുണ്ട്. ഈ 2 കുട്ടികളുടെ കാര്യം, അബ്ദുറഹ്മാൻ്റെയും വലന്റീനയുടെയും കാര്യമാണ് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിച്ചത്. ഗൾഫ് മേഖലയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അമേരിക്കയും ഇസ്രയേലും തുടർന്നും ടെഹ്റാനിലും ഇറാനിലെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ബോംബ് വർഷിക്കുന്ന സമയത്ത് ഇറാൻ തിരിച്ചു മറുപടി എന്നോണം ടെൽ അവീവിലും ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകളിലും ദുബായും പോലെയുള്ള മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലും ആക്രമണം നടത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് യുദ്ധത്തെക്കുറിച്ച് എന്ത് സംസാരിക്കണം എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഈ പോഡ്കാസ്റ്റ് ഉദ്ദേശിച്ചത്. ദില്ലി ദാലി പോഡ്കാസ്റ്റ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.